മൂശ നാലാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അന്ധനെ സുഖപ്പെടുത്തുന്നു. കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരത്ഭുത പ്രവൃത്തിയുടെ പിന്നാമ്പുറ സംഭവ പരമ്പരകളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ലോകത്തിലായിരിക്കുമ്പോൾ യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്നുദ്ഘോഷിച്ചുകൊണ്ടാണ് ജന്മനാ അന്ധനായിരുന്ന ഒരു യാചകന് ഒരു സാബത്ത് നാളിൽ യേശു കാഴ്ച നൽകുന്നത്. കണ്ണിലേക്ക് പ്രകാശം കടക്കുകയും അത് തലച്ചോറിലൂടെ പ്രതിഫലിക്കുകയും ചെയ്യുന്നതാണ് കാഴ്ചശക്തി. ഈ സൃഷ്ടപ്രപഞ്ചത്തെ കാണാനും അത് സൃഷ്ടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാനും വേണ്ടിയാണ് നമുക്ക് കാഴ്ചശക്തി നൽകിയിരിക്കുന്നത്. അത് തിരിച്ചറിയാത്തവർക്ക് കാഴ്ചശക്തി അനുഗ്രഹമല്ല, ശാപമാണ് വിളിച്ചു വരുത്തുക. കാഴ്ച ലഭിച്ച അന്ധയാചകൻ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രണമിക്കുന്നു. എന്നാൽ ഇത് കണ്ട ഫരിസേയരാകട്ടെ കാഴ്ച ലഭിച്ച അവനെയും കാഴ്ച നൽകിയ യേശുവിനെയും അധിക്ഷേപിക്കുന്നു. അതിന് മറുപടിയായി യേശു പറയുന്നത്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്നാണ്. അന്ധതയേക്കാൾ ആത്മീയ അന്ധതയാണ് കൂടുതൽ ഗുരുതരമായ വൈകല്യമെന്ന് യേശു സമർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നാം ആത്മീയ കാഴ്ചയുള്ളവരായി തീരുക. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവസൃഷ്ടികളോട് ദൈവിക കാഴ്ചപ്പാടോടെ ഇടപഴകുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കാഴ്ച ദൈവികമാകുന്നത്.